രേണുസുതി സ്വർണ്ണക്കടത്തെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെയൊക്കെ ഒരു ഗ്യാങ് തന്നെയുണ്ട്. മാസത്തിൽ ആഴ്ചയിൽ 2 ആഴ്ച മുമ്പാണ് നാട്ടിൽ പോകുന്നത്. പോയിട്ട് നാട്ടിൽ നിന്ന് വെമ്പുതറിയും കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവർക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ സൈഡായിട്ട് സ്വർണ്ണത്തിൻ്റെതുണ്ട്. ഇന്നലെ ഷഫീന ബീവിയുടെ ചാനലിനകത്ത് ഒരു വോയിസ് പുറത്തുവിട്ട് നിങ്ങളെല്ലാവരും കേട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രേണുസുതിയുടെ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു വോയിസാണ്. ഞാൻ ഈ ഒരു വിഷയത്തിൽ, അതായത് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരിക്കലും അങ്ങനെയൊന്നും തോന്നുന്നില്ല. രേണു ഈ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കോമാളിത്തരങ്ങൾ കാണിക്കുമെന്നല്ലാതെ ഈ സ്വർണ്ണക്കടത്തുമായിട്ട് രേണുവിന് ബന്ധമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ വീഡിയോയിൽ പറഞ്ഞത്. അപ്പം ഒട്ടുമിക്കപ്പെട്ട ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല, ഇവർക്ക് അങ്ങനെ ഒരു ബന്ധം കാണുമെന്നൊക്കെ. എന്തായാലും ഇന്നലെ ആ ഒരു വോയിസ് കേട്ടതോടുകൂടി എനിക്കും ചെറിയൊരു സംശയം വന്നിട്ടുണ്ട്. എന്തായാലും വെറും സംശയം മാത്രമാണ്. എന്തായാലും നമുക്ക് കണ്ട് തന്നെ അറിയാം രേണുവിന് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ എന്ന്. എന്തായാലും പോലീസുകാരൊക്കെ ഒരു പക്ഷേ മേ ബി ഈ ഒരു വോയിസും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ രേണുവിനെ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുക തന്നെ ചെയ്യും. എന്തായാലും നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം. എനിക്ക് കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ അന്ന് ഈ കുട്ടിയെ അവിടെ ഉണ്ടായിരുന്നു, രേണുസുതി. ഇവിടെ ഉണ്ടല്ലോ, ഇത് കണ്ടുപിടിക്കുമ്പോൾ അന്ന് അത് ഇങ്ങനെയൊക്കെ സ്വർണ്ണക്കടത്തെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെയൊക്കെ ഒരു ഗ്യാങ് തന്നെയുണ്ട്. പിന്നെ ഞാൻ സത്യത്തിൽ ഷെബീനയുടെ ആ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇപ്പോഴും കുറേ ആൾക്കാർ, അതായത് ലൈം ലൈറ്റിൽ നിൽക്കുന്ന കുറേ ആൾക്കാർ ഈ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. ഈ ബാലഭാസ്കറിൻ്റെ ഒരു കേസ് തന്നെ നമുക്കെടുക്കാം. ബാലഭാസ്കർ മരണപ്പെട്ടതിന് ശേഷമാണ് ഇങ്ങനൊരു ഗോൾഡ് സ്മഗ്ലിങ്ങുമായിട്ട് ബാലഭാസ്കറിന് ബന്ധമുണ്ട് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായത്. അതേപോലെ തന്നെ ഇപ്പോഴും പല ആൾക്കാർ ഈ പറയുന്ന ഗോൾഡ് സ്മഗ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ കാരിയറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം രേണുവിനും ഇത്തരത്തിലൊക്കെയുള്ള ബന്ധങ്ങളുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടങ്ങും കൊണ്ട് നിൽക്കത്തില്ല. സോഷ്യൽ മീഡിയയിൽ കിടന്ന് അപരാധം കാണിക്കുന്ന കണക്കല്ല. കാര്യം ഇത് സ്വാഭാവികമായിട്ട് പല ആൾക്കാർക്കും സംശയം വരാനുള്ള കാരണം എന്താണെന്നറിയോ? രേണു ആഴ്ച തോറും ഇത് കണക്ക് ഗൾഫിൽ പോയിട്ട് വരുന്നു, പിന്നെ ബാറിൻ്റെ ഉദ്ഘാടനത്തിനെന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഇവിടെ ബാറിനൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് പ്രൊമോഷൻ? അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇനി ഇതിനകത്ത് പ്രധാനമായിട്ട് വേറെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഈ പാപ്ലോൺ എന്നങ്ങാണ്ട് പറയുന്ന റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനത്തിനായിരുന്നല്ലോ ഇവരെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ റെസ്റ്റോറൻറ്റിൽ തന്നെയുള്ള ഒരു വ്യക്തി സ്വർണ്ണക്കടത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ കേസോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ട്. അത് ഈ വോയിസിൽ പറയുന്നുണ്ട്. കേൾക്കുമ്പോണ്ടല്ലോ ഷെബീന ഇതൊന്നും ഇതിൽ പറയുന്നതെല്ലാം സത്യമായ കാര്യങ്ങളാണ്. ഇതിനൊക്കെ ഇവിടെ ഒരു ഗ്യാങ് തന്നെ ഉണ്ട്. ഇവളെയൊക്കെ പിടിക്കാനാണ് പെണ്ണുങ്ങൾ മാസത്തിൽ ആഴ്ചയിൽ 2 ആഴ്ച മുമ്പാണ് നാട്ടിൽ പോകുന്നത്. പോയിട്ട് നാട്ടിൽ നിന്ന് വെമ്പുതറിയും കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ആ വീഡിയോയിൽ തന്നെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഈ പാപ്പിലോണിൻ്റെ തന്നെ ഒരു അവിടുത്തെ ആ മാനേജർ എന്ന് പറയുന്ന ഒരുത്തൻ്റെ ആദ്യം റാസൽ കെയ്മ, അത് കാന്താരി റെസ്റ്റോറൻ്റ് ആയിരുന്നു. അതിപ്പം ആ കാന്താരി റെസ്റ്റോറൻറ്റ് മാറിയിട്ട് ആ റാസൽ കൈമയിൽ ഇപ്പോൾ വേറെ ഏതോ പേരിലാണ് ഒരു ബാർ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിരിക്കുന്നത്. അവിടെയാണ് ഇപ്പം ഈ അടുത്ത കാലത്ത് ഈ രേണു ഇപ്പോൾ പോയിട്ട് വന്നത്. ഇവരുടെ ഒരു പിന്നെ റെസ്റ്റോറൻ്റ് ആയിരുന്നു, പാപ്പുലോ റെസ്റ്റോറൻറ്റ് പുതിയതായിട്ട് തുടങ്ങി. അന്ന് രേണുസുതിയെ വരഞ്ഞു തുടങ്ങി. അന്ന് ഞാൻ ചെന്നപ്പോഴാണ് പാപ്പുലോണിൽ വെച്ചിട്ട് രേണുവിനെ കാണുന്നത്. ഇപ്പം ഷെഫീന പറഞ്ഞൊരു കാര്യമില്ലേ, ഈ സ്വർണ്ണക്കടത്തും അതും ഇവർ ആഴ്ചയിലും മാസത്തിലും പോണ പെണ്ണുങ്ങളുണ്ട് അവിടെ. ഇപ്പോഴെ എണ്ണത്തിന് ഞാൻ പറഞ്ഞു തരാം, ഇതെല്ലാം രഹസ്യമായിട്ടാണ്. ജന നാട്ടിൽ പോവും, നാട്ടിൽ നിന്ന് കൊച്ചു കമ്പളാരെ കൊണ്ടുവരും. അങ്ങനത്തെ പരിപാടികളാണ് ഇവിടെ നടത്തുന്നത്. ഇവർക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ സൈഡായിട്ട് സ്വർണ്ണത്തിൻ്റെതുണ്ട്. എന്നാൽ അതിലുള്ള ഞാൻ ഈ പറയുന്ന ബിസിനസ് ചെയ്യുന്ന ഒരു ലേഡി എവളുമായിട്ട് നദിയിൽ ഇരുന്ന് സംസാരിക്കുന്നതിൻ്റെ ഒരാൾ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പാടുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ ഉണ്ട്. പക്ഷെ എൻ്റെ വേറെ ഉണ്ടോ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ ഈ പറയുന്ന രേണുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെയാണ് പുള്ളിക്കാരത്തി പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ തന്നെയാണ് ഇത്. ഏതെങ്കിലും പോലീസുകാരോ എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ ഈ വോയിസ് അയച്ച ആരാണെന്നും ഇതിൻ്റെ ഐഡിയും ഡീറ്റെയിൽസും എല്ലാം ഷഫീന ബീവി കൊടുക്കുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി അന്വേഷിക്കാം. കാര്യം ഇത്തരത്തിലൊക്കെയുള്ള തെമ്മാടിത്തരങ്ങളൊന്നും ഒരു കാരണവശാലും വെച്ച് ഉറപ്പിക്കരുത്. ഇവരെ സബ്സ്ക്രിപ്ഷനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന നെഗറ്റിവിറ്റി കാട്ടിക്കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന ആൽബത്തെ പറ്റിയിട്ടോ ഒക്കെ നമ്മൾ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെന്നൊക്കെ പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഒഫൻസാണ്. പോരാത്തതിന് ആ സബ്സ്ക്രിപ്ഷനകത്ത് ഇന്നലെ ഞാനൊരു വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിനകത്ത് ഇവർ ഒരു സ്വർണ്ണമാല ഇട്ടുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന കുറച്ച് പരിപാടിയുണ്ട്. അതായത് മനഃപൂർവ്വം ഇവർ ഓരോ ആൾക്കാരെ പ്രൊവോക്ക് ചെയ്യുവാണ്. അതായത് നിനക്കൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യ് എന്നൊക്കെയുള്ള രീതിയിൽ. ശരിക്കും പറഞ്ഞാൽ രേണുവിന് നല്ലൊരു പണി കിട്ടുമ്പോഴേ ഇവർ പഠിക്കും. ഈ സ്ത്രീ കാര്യം ഇവർ ഇത്തരത്തിലൊക്കെ ഒരു രീതി, അതായത് നമ്മളെല്ലാവരും വിചാരിച്ചത് എന്താ, ഇവർ സോഷ്യൽ മീഡിയയിൽ നിൽക്കാൻ വേണ്ടി ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടുമെന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഇത്
അതിനപ്പുറം കടന്ന് വേറെ ലെവലിലോട്ടാണ് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒന്നും പറയണ്ട കേട്ടാ. സംഭവം ഇങ്ങനത്തെ സംഭവം അവിടെ നടക്കുന്നുണ്ട്. ഇവക്കും കൊണ്ടുപോയെന്ന് എനിക്കറിയില്ല. ഞാൻ പക്ഷേ ഈ പെണ്ണ പാവം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. നല്ല ഞാൻ എനിക്ക് വാട്സപ്പ് നമ്പറൊക്കെ ബഹുമാനിച്ച് എനിക്ക് മെസ്സേജും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ അവളൊന്ന് ഓവറായി പോയി. അതാണ് കൂടുതലും വെറുത്തോളം. പക്ഷേ സ്വന്തമായിട്ട് ഭർത്താവ് മരിച്ച് സ്വന്തമായിട്ട് ജോലി ചെയ്തൊക്കെ ജീവിക്കുന്നതും സ്വന്തം കാലിൽ നിൽക്കുന്നതും എല്ലാം നല്ലത് തന്നെയാണ്. ഞാനും 10 വർഷമായി ഞാൻ ഒരു സിംഗിൾ മദറാണ്. എൻ്റെ മോൾ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ പക്ഷേ എങ്കിൽ പോലും ഞാൻ പറയുക, നമ്മൾ സ്വന്തമായിട്ട് ജീവിക്കുന്നതാണ്. നമുക്ക് ചിലപ്പോൾ പലരിൽ നിന്നും നമുക്ക് പല ആശയങ്ങളും കേൾക്കേണ്ടി വരും. അതൊക്കെ ശരിയാണ്. പക്ഷേ കുറച്ച് ഓവറായി പോകുന്നത് അത് ശരിയാണ്. അത് വളരെ വാസ്തവമായിട്ടുള്ളൊരു കാര്യമല്ലേ. എത്രയോ ആൾക്കാരുണ്ട് ഈ വിധവകളായിട്ടുള്ള, ഇവരെല്ലാവരും ഈ പരിപാടിയാണോ ഇവിടെ കാണിക്കുന്നത്? ഇതിനൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്? ഇവർ കാണിക്കുന്ന പ്രവർത്തിയോട് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും യോജിക്കും? കാര്യം ഇവർ ഒരു ബോധമില്ലാത്ത ആൾക്കാരാണ് ഈ ഒരു സ്ത്രീയെ സ്റ്റിൽ പിന്തുണയ്ക്കുന്നത്. ഇനി ഈ ഒരു ഗോൾഡ് സ്മഗ്ലിംഗ് കേസുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടെന്നെങ്ങാനും തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇനിയും സപ്പോർട്ട് ചെയ്യുമോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെല്ലാം രേണു സാധാരണ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വന്നാൽ സ്പോട്ടിൽ സ്റ്റോറി ഇടുന്നതാണ്. ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്റ്റോറി ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല. സാധാരണ എടി ഷഫീനെ എനിക്ക് സ്വർണ്ണക്കടത്ത് കേസുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഭയങ്കര രീതിയിൽ വന്ന് പൊട്ടിത്തെറിക്കുന്നതാണ്. ഇത്ര നേരമായിട്ട് ഈ സ്ത്രീ വന്ന് കമാന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഇത് കറക്റ്റാണ്. ഇത് കണ്ടാലൊരു പാവം കുട്ടിയാണ്. ഞാൻ എൻ്റെ അടുത്ത് പലരും ചോദിച്ചു എങ്ങനെ ആ കുട്ടി എങ്ങനെയെന്ന്. പക്ഷേ ഓവർ റിയാക്ഷൻ കാണിക്കുന്ന ഒരു രീതിയിൽ കാണുമ്പോഴത്തേക്ക് ചിലർക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ തോന്നാറുണ്ട്. സാരി വേണമെങ്കിൽ മര്യാദയ്ക്ക് ഉടുത്ത് നിൽക്കാം. അപ്പം അത് കാണിക്കണം എന്നുള്ള ഒരു ഇതിലായി എന്നല്ലോ അങ്ങനെ ഇരുന്നത്. നമുക്ക് മറച്ചു വെച്ച് സാരി വേണമെങ്കിൽ മാന്യമായിട്ട് ഉടുക്കാം. പക്ഷേ അവർ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നെന്നുള്ള രീതിയിൽ കറക്റ്റ് അല്ലേ? ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇവർ കാറിലിരുന്ന് സീറ്റ് ബെൽറ്റ് പിടിച്ചിടുന്ന ഒരു സീനില്ലേ? ആ പിടിച്ചിടുന്ന സമയത്ത് ഇവരെ തൊട്ടപ്പുറത്ത് അതിൻ്റെ ഡ്രൈവറില്ലേ? ഇവർക്ക് അതിനെപ്പറ്റി ചിന്തിച്ചൂടെ? ആ ഡ്രൈവറിന് എന്ത് വിചാരിക്കും? അല്ലെ ഡ്രൈവർ കാണില്ലേ? അങ്ങനെയുള്ളൊരു നാണമൊന്നും സത്യം പറഞ്ഞാൽ രേണുവിനില്ല. മനസ്സിലായോ? അപ്പം പിന്നെ ഇതൊന്നും പറഞ്ഞിട്ട് വലിയ പ്രയോജനവും ഇല്ല. രേണു സത്യം പറഞ്ഞാൽ തുനിഞ്ഞങ്ങ് ഇറങ്ങിയിരിക്കുക. എനിക്കൊരു വിഷയമല്ല, വരുന്നിടത്ത് വെച്ച് കാണാം, എനിക്ക് മാക്സിമം പൈസ ഒപ്പിച്ചാൽ മതി, ആ ഒരു സീനിലോട്ട് മാറിയിട്ടുണ്ട് രേണു. ഡാൻസ് കളിക്കണമെങ്കിൽ നമുക്ക് മറച്ചു വെച്ച് ഡാൻസ് കളിക്കാം പല ഭാഗങ്ങളും ഇല്ലേ? ഞാനുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഇതിൻ്റെ ഗ്യാങ് കുറേ സാധനങ്ങളുണ്ട്. ഞാനിപ്പോൾ ആ ഗ്രൂപ്പിനകത്ത് ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഞാൻ വലിയ ആക്റ്റീവ് ഒന്നുമല്ല. ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. അതിൽ ഞങ്ങൾക്ക് കുറേ കലാകാരന്മാരെല്ലാം ഉള്ളത് കൊണ്ട് നിൽക്കുന്നവൻ. പക്ഷെ അതിൻ്റെ അകത്തൊരു ഗ്യാങ് തന്നെ ഉണ്ട്. ഈ പെണ്ണുകൂട്ടിക്കൊടുപ്പും ഈ പറയുന്ന അവളത്തെ ആഴ്ചയിൽ എങ്ങനെയാണ് മാറ്റിപ്പോണേന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. സത്യം ഇത് സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നൊരു കാര്യമല്ല. ഇതിൻ്റെ ഒരു ഗ്യാങ് തന്നെയുണ്ട്. പക്ഷേ ഇവളെയൊക്കെ പിടിക്കാൻ ആരും ഇല്ലെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ദുബായ് രാജ്യത്തെ ഇവിടെ ഇത് ഇല്ലീഗലാണ്. ഇല്ലീഗൽ പ്രവൃത്തികൾ മാത്രമാണ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഫ്രണ്ടിൽ 2 പെമ്പിളാരെയും വെച്ചിട്ട് ഒരു തീരുപ്പം. അതിൻ്റെ 1 നമ്പർ ഈ ബിസിനസ് നടത്തുന്നതിൻ്റെ ഒരു മെയിൻ ഒരാളാണ് അവൾ. ഇവളൊക്കെ ആയിട്ട് നമ്മുടെ ആ ഗ്രൂപ്പിനകത്ത് ഞാൻ ചെല്ലുന്ന സമയത്തൊക്കെ നല്ല കൂട്ടായിരുന്നു. പക്ഷേ ഇവളുടെ ഈ ബിസിനസ് ഇവളെ ഇങ്ങനത്തെ ഇതാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ ഇതൊക്കെ ആയിട്ട് ഞാൻ എല്ലാ കൂട്ടുകെട്ട് ഞാൻ കട്ട് ചെയ്തു. ഇവക്കിതാണ് ബിസിനസ്. അവളാണ് ആ ഫ്രണ്ട് ഇരിക്കുന്നത്. ഇനിയൊരു വീഡിയോ ഉണ്ട്, അത് ഞാൻ എൻ്റെ മറ്റേ ഫോണിലാണ് കിടക്കുന്നത്. ആ വീഡിയോയ്ക്കകത്ത് അവളുടെ അടുത്തിരുന്ന് രഹസ്യം പറയുന്നതും എല്ലാം കാണാം. അങ്ങനത്തെ വൃത്തിയിട്ടവളുമാരാണ്. ഇവളുമാർക്ക് കൂട്ടു നിൽക്കാനായിട്ട് ഒരുപാട് പണമുള്ള ആണുങ്ങൾ ഒക്കെ ഉണ്ടാവും ഇവർക്ക് സപ്പോർട്ട് ചെയ്യാനും കൂട്ടു നിൽക്കാനും ഒക്കെ. അതാണ് മെയിനായിട്ടുള്ളത്. നമ്മൾ അതുകൊണ്ടൊക്കെയാണ് ഈ കൂടുതലും ഒന്നും പറയാതെ നമ്മളെ കാര്യം നോക്കി ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ അങ്ങ് പോകുന്നത്. ഇവർക്ക് കൂടെ ഉള്ള ആൾക്കാരുടെയൊക്കെ ഹിസ്റ്ററിയാണ് പറഞ്ഞു വരുന്നത്. എന്തുമില്ലേ നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് പറയേണ്ടത്? എന്നും ഇവരുടെ കണ്ടന്റ് റിയാക്ട് ചെയ്യുന്നതിന് അത് നമുക്ക് തന്നെ ഒരു നാണമായിട്ട് വന്നിരിക്കുക. പക്ഷേ ഡേ ബൈ ഡേ ഇവരെ ചുറ്റിപ്പറ്റിയിട്ട് ഓരോ വിഷയങ്ങൾ പുറത്തിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവാണ്. ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസായി, ഇനി എന്തെല്ലാം വരാനുണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. സ്വർണ്ണക്കടത്ത് കേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരപ്പെട്ട കേസൊന്നും അല്ല. പോരാത്തതിന് കിട്ടുന്ന പൈസ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമാണ്. ഇവരൊരു ഗോൾഡ് കാരിയറൊക്കെ ആയിട്ട് ഇവർ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു വർഷം കൊണ്ടൊക്കെ ഇവർ അത്യാവശ്യം കോടികൾ ഇവർക്ക് സമ്പാദിക്കാൻ പറ്റും. പിന്നെ പഴയ രേണുവൊന്നും അല്ല, പിന്നെ വേറെ ലെവലിലോട്ട് അങ്ങ് മാറിക്കോളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി ഇവർക്ക് ഒന്നുമില്ല. അതായത് ഇനി എന്ത് വരട്ടെ എന്നുള്ളൊരു സാഹചര്യത്തിലോട്ട് ഇവർ മാറിക്കഴിഞ്ഞു. ഇനിയിപ്പം പതുക്കെ ഈ ആൽബവും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. ഇവരിനി വേറെ കുറേ ബിസിനസ്സും പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അതുവഴി ഇവർ മാക്സിമം റീച്ചും ഉണ്ടാക്കി പൈസയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ അങ്ങ് പോകത്തേ ഉള്ളൂ. അവരെ പറഞ്ഞു ഇവർക്ക് ഈ പറയുന്ന
സ്വന്തം കുടുംബത്തോടുള്ള ആത്മാർത്ഥതയില്ല, ആ കിച്ചു എന്ന് പറയുന്ന ആ ഒരു പയ്യനോടൊരു ആത്മാർത്ഥതയില്ല, ഒരു മനുഷ്യരോടെ ഇല്ല ഇവർക്ക്. ആ ഇമോഷൻസ് എല്ലാം ഇവർക്ക് നഷ്ടപ്പെടാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ തന്നെയാണ്. പൈസ ഒരുപാട് കണ്ണ് മഞ്ഞളിക്കുമ്പോഴത്തേക്ക് കൂടെ നിൽക്കുന്നവരാരാന്ന് പോലും ഒരു ബോധമില്ലാതെ വരും. അതിൻ്റെയൊക്കെയാണ് അതൊക്കെ. ഈ ഒരുപാട് വലിയ വലിയ ഗ്യാങ്ങുകളാണ് ഇവരുടെ കസ്റ്റഡി. ഷബീനയുടെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്. ഈ ലാസ്റ്റ് ഇപ്പൊ ഷബീന പറയുന്ന കാര്യങ്ങൾ കറക്റ്റായ കാര്യങ്ങളാണ്. ഈ പോവേം വഴിയും ചെയ്യുന്നതിന്റെ പിന്നിൽ എന്തോ ദുരുദ്ദേശമുണ്ട്. അത് സീരിയസ് ആയ കാര്യം. ദുരുദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവ എവളം നല്ല ഈ മാസത്തിനും ആഴ്ചയിലും ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഈ പറയുന്ന സൈഡിൽ കൂടെ ഈ സ്വർണ്ണത്തിന്റെ സംഭവം ഇവരെന്നല്ല ഒട്ടുമിക്ക പെണ്ണുങ്ങൾ നാട്ടിൽ നിന്ന് 6 മാസത്തോളം പോവുകയും വഴിയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. ഇവർ മാസം തോറും നീ നാട്ടിൽ പോകുന്നതിനാണ് ഇവർ അന്വേഷിക്കുന്നത്. ഇവരൊക്കെ വരുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ തിരിച്ചു പോകുന്നത് എന്താണ്, അത് അന്വേഷിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ ഈ ചെക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ ഈ എയർപോർട്ടിൽ, അതൊക്കെ ഇത്തിരി കൂടിയൊക്കെ കർശനമാക്കണം. രേണുസുതി സംബന്ധിച്ച് രേണു അത്യാവശ്യം ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തിയാണ് നിലവിൽ. കാര്യം സോഷ്യൽ മീഡിയയിൽ ഇനിയിപ്പോൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാലും അങ്ങനെ ഒരു ഫേസ് ഇവർക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ എയർപോർട്ടിലൊക്കെ ഈ സെലിബ്രിറ്റീസിനൊന്നും ഈ ഭയങ്കര രീതിയിലുള്ള പരിഗണനകൾ കൊടുക്കാതിരിക്കുക. അതുകൊണ്ട് മാക്സിമം ഇവരെയൊക്കെ ചെക്ക് ചെയ്യുക, ഇവരെയൊക്കെ മാക്സിമം മോണിറ്റർ ചെയ്യുന്നതാണ് നല്ലത്. എങ്കിൽ കൂടുതൽ സത്യങ്ങൾ ഇതിൻ്റെയൊക്കെ വെളിയിൽ വരും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, പണ്ടത്തെ ഒരു രേണു ആണോ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന രേണു? ഇവരെന്തുമാത്രം മാറിപ്പോയെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഇവരിങ്ങനെയൊക്കെയുള്ള ഈ സ്മഗ്ലേഴ്സിൻ്റെയൊക്കെ ഗ്യാങ്ങിലൊക്കെ ഇവർ പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇവർക്ക് അതിൽ നിന്ന് തലയൂരാൻ പറ്റത്തില്ല. ഇവരിനി അതിൽ നിന്ന് മാറണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാലും അവർ സമ്മതിക്കത്തില്ല. ഇവരെ ഓടി നടന്ന് ഇവർക്ക് പണിയത്തേ ഉള്ളൂ. കാര്യം അവരുടെ രഹസ്യങ്ങൾ വേറെ ആരെങ്കിലും അറിയുമെന്ന് തോന്നുന്ന നിമിഷം അവരപ്പം തന്നെ ആ ഒരു വ്യക്തി ഇല്ലാതാക്കുന്ന പരിപാടികളാണ് അവർ കാണിക്കുന്നത്. ഇപ്പം രേണു ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ ജീവിതം പോയെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതിൽ കൂടുതൽ വേറെ ഒന്നും പറയാനില്ല. കറക്റ്റായ കാര്യമാണ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേര് ഒരു വീക്കണറ്റ് എന്നാണ് ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേര്. അതിനകത്ത് കുറേ എണ്ണം ഉണ്ട് നീതി കണക്കുള്ള വൃത്തിയുടെ സാധനങ്ങൾ. ആ ഗ്രൂപ്പിനകത്ത് ഇവരില്ല. ഞാൻ പറയുന്നത് ഈ പറയുന്ന ആ ഒരു ലേഡി വാട്സപ്പ് ഗ്രൂപ്പിനകത്തുണ്ട്. ആ ലേഡിയാണ് ആ ഫ്രണ്ട് ഇരിക്കുന്നത്. അവരെ കാരണം പല ആൾക്കാർ ആ ഗ്രൂപ്പിനകത്ത് നിന്ന് ഇവർ ഇങ്ങനെ ഉണ്ടെന്നുള്ള അറിഞ്ഞിട്ട് പല ആൾക്കാർ ആ ഗ്രൂപ്പിനകത്ത് നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇവർക്ക് ഇങ്ങനെ ഒരു ബിസിനസ് ആണെന്ന് അറിഞ്ഞിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. പല ആൾക്കാർ ഇവിടെ പല ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പലരും ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരുടെ കയ്യിൽ പണം ഉള്ളതുകൊണ്ട്, ഇവർക്ക് ഒരുപാട് പിരിപാടുള്ളതുകൊണ്ടും പണം ഉള്ളതുകൊണ്ടും ആരും പേടിച്ചിട്ടൊന്നും പറയൂല. ഈ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തതാണ്. ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ആ പാപ്പുലർ റെസ്റ്റോറൻറ്റിലെ മാനേജറാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. പാപ്പുലർ റെസ്റ്റോറൻറ്റിലെ മാനേജറാണ് ഇരിക്കുന്നത്. അങ്ങേരെ ഇൻസ്റ്റാഗ്രാമിൽ ഇത് കിടക്കുന്ന കണ്ടിട്ട് ഞാനിത് ഡൗൺലോഡ് ചെയ്തെടുത്തതാണ് ഈ വീഡിയോ. ഇനിയൊരു വീഡിയോ കൂടെ ഉണ്ട്, അത് വേറെ ഫോണിലാണ് കിടക്കുന്നത്. പിന്നെ അത് ആ വീഡിയോയ്ക്കകത്ത് കറക്റ്റ് ഇവൾ അവിടെ ഇരുന്നിട്ട് കള്ളു കുടിക്കുന്നതും പിന്നെ ഇവൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പാപ്പുലർ റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനം ചെയ്യാനൊന്നും അല്ല ഇവൾ അന്ന് പോയത്. അവിടെ വരുന്ന ആൾക്കാരെ പിന്നെ സോപ്പിടാനും അവിടെ ആൾക്കാരെ പിന്നെ ഡീൽ ചെയ്യാനും അപ്പം ഇവളെടുത്ത് പോപ്പുലറായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇവളെ കാണാനും അതിന് വേണ്ടിയിട്ട് വരുന്നത്. എത്രയും ആൾക്കാരുടെ അടുത്ത് പോയി സംസാരിക്കുന്നു, അവർക്ക് നമ്പർ കൊടുക്കുന്നു ഒക്കെ ഞാൻ അവിടെ കണ്ടുകൊണ്ടിരിക്കുക. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ച് പിന്നെ ഇത്രയൊക്കെയുള്ള സംഭവം. ഇതിൻ്റെ ഫുൾ ഓഡിയോ വേണമെങ്കിൽ നിങ്ങൾ ഷഫീന ബീവിയുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. പുള്ളിക്കാരത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എന്തായാലും ഇത് തീർച്ചയായിട്ടും വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇതിനെ പറ്റിയിട്ട് അന്വേഷിച്ചിട്ട് ഇതിൻ്റെ സത്യം വെളിയിൽ കൊണ്ടുവരിക തന്നെ വേണം. ഇവർക്ക് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഒരിക്കലും അത് വെച്ച് കുറിപ്പിക്കരുത് കാണിക്കുന്ന. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് വേണം എന്തുമാത്രം ഉടായ്പാണ് ഈ സ്ത്രീ കാണിക്കുന്നത്. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളുണ്ടല്ലോ, ഇവരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ മണ്ടന്മാർ. എന്തായാലും കണ്ടു തന്നെ അറിയാം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.